എല്ലാ രാത്രിയും എൻ്റെ ഈ സ്വന്തം സഹോദരി എൻ്റെ ഭർത്താവിനൊപ്പമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ വിചിത്രമെന്ന് തോന്നുന്നില്ലേ? ഞാൻ ഗുന്നു. ഇതാണ് എൻ്റെ കഥ. എൻ്റെ അനിയത്തി മുൻമുൻ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എന്തായാലും നിന്റെ വിവാഹം തകർന്നു പോകാനിരിക്കാണ്. നിന്റെ ഭർത്താവിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇപ്പൊ എന്റെ വയറ്റില. എന്താ നീ പറയുന്നത്? ഒരു ചേച്ചിയോട് ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കോ? ചേച്ചിയോ നീയോ? അതിനെക്കുറിച്ച് നിനക്ക് ഉടൻ മനസ്സിലാകും. എന്റെ കൂടെ കിടക്കുന്നത് നിന്റെ ഭർത്താവാ. നിന്റെ ഭർത്താവിന് നിന്നെ യാതൊരു പരിഗണനയുമില്ല. പിന്നെ ഇത് നിന്റെ ഭർത്താവിന്റെ വക നിനക്കുള്ള ആനിവേഴ്സറി ഗിഫ്റ്റ്. ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് എന്റെ ഭർത്താവ് എനിക്ക് തന്ന സമ്മാനം. അത് എനിക്ക് സഹിക്കാനാകാത്ത ഒന്നായിരുന്നു. ഡിവോഴ്സ് പേപ്പേഴ്സ്. നിന്റെ മുഖം കാണുമ്പോഴേക്ക് എനിക്ക് ദേഷ്യ. നിന്നെ വിവാഹം കഴിച്ചതിന്റെ റിഗ്രറ്റ്. ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹവും കൂട്ടായ്മയും അത് എനിക്ക് ഇവളിൽ നിന്നാ കിട്ടിയത്. ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ള ഒരേ ഒരു വഴി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി സഹായം ചോദിക്കുക എന്നതാ. മുൻമുൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് മറ്റൊന്നായിരുന്നു. നോക്കൂ ഗുൻഗുൻ, മുൻമുന്ന് സാഹബ് സാദയുടെ സ്നേഹം തോന്നിയിരിക്കുന്നു. മുൻമുനും അവനും തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിലെന്താ തെറ്റ്? സാഹബ് സാദയെ വിവാഹം ചെയ്തത് ഞാനാ. അവൻ എന്റെ ഭർത്താവാ. മുൻമുന്നിന് ഇഷ്ടപ്പെട്ടത് അവൾക്ക് എടുത്തു കൊടുക്കാൻ അവനൊരു കളിപ്പാട്ടമല്ല. ചെറുപ്പം മുതല് നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളെടുത്ത് മുൻമുന്നു കൊടുക്കും. ഞാനും നിങ്ങളുടെ മകളല്ലേ. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ല. എന്നിട്ടും ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി നീ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ തലയിലൊരു ഭാരമായി നിൽക്കുകയാ. ഒരു ഞെട്ടൽ പോലെ ആ വലിയ സത്യം ഞാൻ അറിഞ്ഞു. ഇപ്പൊ എനിക്ക് പറയാനൊന്നുമില്ല. എനിക്കിനി ഒന്നും ബാക്കിയില്ല. നിന്നെ വളർത്തിയത് തന്നെ ഒരു ദയായി കൂട്ടിക്കും. അതിന് നീ എന്നോട് എന്നും കടപ്പെട്ടവളാണ്. അതിനു പകരം എനിക്ക് എന്റെ മകളുടെ സന്തോഷം വേണം. ഇത്രയും വർഷങ്ങൾ നിന്നെ ഞാൻ സഹിച്ചില്ലേ? അതിനൊരു പ്രതിഫലം കിട്ടേണ്ട എനിക്ക്. അതുകൊണ്ട് ഇന്നേക്ക് നിന്റെ ഭർത്താവിനൊപ്പം നമുക്കൊരു ഡീല് നടത്താം. ജീവിതം നമ്മളെ അങ്ങനെ തള്ളിക്കളയുമ്പോൾ പലപ്പോഴും നമ്മളെ വീണ്ടും ഉയർത്താൻ നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് ഒരാൾ വരും. ഇങ്ങനെ വട്ടം വെക്കാൻ ഈ സിറ്റിയിൽ നിനക്ക് എന്റെ കാറ് മാത്രമേ കിട്ടിയുള്ളൂ. എത്ര നേരമായി ഞാൻ ഹോൺ അടിക്കുന്നു. അത് വിപുലായിരുന്നു. ഒരിക്കൽ എന്നെ അതിരില്ലാതെ സ്നേഹിച്ച ആളായിരുന്നു അവൻ. ഗുൻഗുൻ, നീ ഇതെന്ത് കോല?